പത്തനംതിട്ട സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദർശിന്റെയും നയനയുടെയും ഡാൻസ് പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഏറ്റവും നല്ലത് അവരുടെ പെർഫോമൻസ് എന്നൊക്കെ അനി മൈക്കിലൂടെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പെർഫോമൻസ് കഴിഞ്ഞിട്ടില്ല, ഇനി കുടുംബത്തിലെ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് പാട്ടിന് എല്ലാവരും കൂടി ചേർന്ന് ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. നവ്യാണെങ്കിൽ ഭയങ്കര പൊരിഞ്ഞ കളിയാണ്. നവ്യയുടെ അടുത്ത് തന്നെ നയനയുണ്ട്. അങ്ങനെ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വയറിൽ കെട്ടിവെച്ചിരിക്കുന്ന ആ പാഡ് താഴേക്ക് വീഴാണ് കേട്ടോ ചെയ്യുന്നത്. ഇതൊന്നും നവ്യ അറിയുന്നില്ല. പക്ഷെ നയന കാണുകയും ആരും അറിയാതെ നവ്യയെ പിടിച്ചോണ്ട് പോയിങ്ങാണ്ട് മാറ്റി നിർത്തുകയാണ് കേട്ടോ. നീ എന്താ, ഞാൻ സന്തോഷിക്കുന്നത് ഇഷ്ടപ്പെടില്ലേ, നിനക്കത് കണ്ടു നിൽക്കാൻ വേണ്ടി പറ്റില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ നവ്യ. നീ എന്തിനാ ഇപ്പൊ എന്നെ അവിടുന്ന് കൂട്ടിയിട്ട് വന്നത്, നിനക്ക് ബുദ്ധിയും ബോധമൊന്നും ഇല്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് ബുദ്ധിയും ബോധവും ഒക്കെ ഉണ്ട്, ചേച്ചിക്കുണ്ടോ? എവിടെ വയറ്റിൽ കെട്ടിയ ആ പാഡ് എന്ന് ചോദിക്കുമ്പോഴാണ് നവ്യ സാധനം തപ്പുന്നത്. അയ്യോ എവിടെ പോയി എന്നുള്ള കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കുമ്പോൾ നയന അതെടുത്ത് കാണിക്കാണ് കേട്ടോ. ഇതിനാണ് ചേച്ചിയെ ഞാൻ തനിയെ കൂട്ടിക്കൊണ്ട് വന്നത്. ഇപ്പൊ മനസ്സിലായോ ആർക്കാണ് ബുദ്ധിയുള്ളത് എന്നുള്ള കാര്യം? ഓക്കെ നിനക്ക് കിട്ടി, സമ്മതിച്ചു. ഇനി കൂടുതലായിട്ട് സംസാരിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ പാഡ് കയ്യിൽ നിന്ന് മേടിക്കാണ് കേട്ടോ. തുടർന്ന് നയന പറയുന്നുണ്ട്, ഇനി ഞാൻ ചേച്ചിയുടെ ഈ നാടകത്തിന് കൂട്ടു നിൽക്കില്ല എന്നും, ഇത് നല്ല സമയമാണ്, എല്ലാവരും ഉണ്ട്, എല്ലാവരുടെയും മുമ്പ് ചെന്നിട്ട് സത്യം പറഞ്ഞിട്ട് അവരോട് മാപ്പ് ചോദിക്കണം, അതാണിപ്പോൾ ചേച്ചിക്ക് ഏറ്റവും നല്ലത്. ഇത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ ഇപ്പോൾ പറയാൻ വേണ്ടി പറ്റില്ല, വേണമെങ്കിൽ നീ പോയി പറഞ്ഞു എന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ എന്തിനു പറയണമെന്നാണ് കേട്ടോ നയന ചോദിക്കുന്നത്. എനിക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നത് നീയല്ലേ, അപ്പോൾ നീ തന്നെ പോയി പറയുക എന്നുള്ള കാര്യം പറയുമ്പോൾ നയന ടെൻഷനാവുന്നത് കേട്ടോ. എന്താ നീ ടെൻഷൻ അടിക്കുന്നേ? നീ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നീയാണ് കല്യാണത്തിന് മുമ്പേ ഈ ഐഡിയ എനിക്ക് പറഞ്ഞു തന്നത്, നിനക്ക് ആദ്യമേ ഈ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു എന്ന് ഞാൻ പോയി പറയും. ചേച്ചി എന്താ തീരെ ഒരു മനസാക്ഷി ഇല്ലാത്തതുപോലെ പെരുമാറുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ നീ ഇങ്ങനെ പോയി പറയും എന്ന് പറഞ്ഞ് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ നിനക്ക് ഭയം തോന്നിയില്ലേ, അതേ ഭയം തന്നെയാണ് എനിക്കുള്ളത്. ഇത് കേട്ടിട്ട് നയന പറയുന്നത്, നീ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ തന്നെ പോയിട്ട് സത്യം പറയാൻ വേണ്ടി പോകുമെന്ന് പറഞ്ഞിട്ട് നയന പോകുമ്പോൾ കൈ പിടിച്ചിട്ട് വെക്കുകയാണ് കേട്ടോ നവ്യ. നിന്റെ സ്വന്തം ചേച്ചിയുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് നീ ഈ കാര്യം എല്ലാവരോടും പറയാൻ വേണ്ടി പോവല്ലേ, പോയി പറയേ. നീ അവിടെ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് തീരുന്നതിന് മുമ്പേ ഞാനിവിടെ മരിച്ചു കിടക്കുന്നത് നിനക്ക് കാണാം. ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നമ്മൾ രണ്ടുപേരും മാത്രമേ ഇപ്പം മരുമകളായിട്ടുള്ളൂ, എന്നാൽ ഇനി മറ്റൊരാളും കൂടി മരുമകളായിട്ട് വരാൻ വേണ്ടി പോവാണ്. അവൾ ഈ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് മാത്രമല്ല അത് ബാധിക്കുന്നത്, ഈ കുടുംബത്തിന്റെ മാനം മൊത്തം കെട്ടുപോകും. അത് ചേച്ചിയെ തന്നെയാണ് ബാധിക്കാൻ വേണ്ടി പോകുന്നത്. എത്ര കാലം ചേച്ചിക്ക് വയറ്റിൽ പാഡും കെട്ടിയിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിച്ച് നടക്കാൻ വേണ്ടി പറ്റും? ഓക്കെ, നീ പറയുന്നത് ശരിയൊക്കെ തന്നെയാണ്, എന്തായാലും ഞാൻ തന്നെ പറയാം, പക്ഷെ എനിക്ക് കുറച്ച് സമയം തരണം എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, ഒരാഴ്ചക്കുള്ളിൽ കാര്യം പറയണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണേ. അങ്ങനെ നയന പോയതിന് ശേഷം നവ്യ മനസ്സിൽ വിചാരിക്കുന്നത്, ഇനിയിപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഒരു വലിയൊരു ഇഷ്യൂ തന്നെ ഉണ്ടാക്കിയിട്ട് അബോർഷനായി പോയി എന്ന് കാര്യം പറഞ്ഞുകൊണ്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. തുടർന്ന് നയന നേരെ ചെന്നിട്ട് പൂജാമുറിയിൽ നിന്നും ആദർശ് എഴുതി ആ പേപ്പർ എടുത്തിട്ട് കയ്യിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി വിളിക്കുമ്പോൾ നയന അങ്ങോട്ടേക്ക് പോവാണ്. അത് കഴിഞ്ഞ് കനകയാണെങ്കിൽ ഉള്ളിൽ വന്ന് നോക്കുന്ന സമയത്ത് നന്ദു അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് നടക്കുകയാണ്. ഇവിടെ എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ട് ആടിയും പാടിയൊക്കെ നിൽക്കുന്ന സമയത്ത് നീ എന്താ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടേ. എനിക്ക് എന്താ അറിയില്ല അമ്മേ, ഭയങ്കര തലവേദന, അതുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് പോവാന്ന് പറയുമ്പോൾ നീ ഒരു കാര്യം ചെയ്യ്, 10 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറയുമ്പോൾ അമ്മ ഞാൻ ഇവിടെ ഇല്ലെങ്കിലും ആരും ചോദിക്കാനൊന്നും പോകുന്നില്ല, നിങ്ങൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നന്ദു അവിടുന്ന് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ചേർന്നിട്ട് പ്രസാദമൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. ആ സമയത്ത് കനക അവരുടെ അരികിലേക്ക് ചെല്ലുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് നമ്മുടെ മുത്തശ്ശി, നന്ദു എവിടെ പോയി എന്നുള്ള കാര്യം. അവൾക്ക് തലവേദന ആയതുകൊണ്ട് വീട്ടിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അയ്യോ പ്രസാദം കഴിക്കുന്നതിന് മുമ്പ് അവൾ പോയോ എന്ന് ചോദിക്കുകയാണെ. അവൾ തലവേദന ആയി കഴിഞ്ഞാൽ ഒന്നും കഴിക്കില്ല, എന്തായാലും വീട്ടിൽ ചെന്നിട്ട് ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അനാമിക നമ്മുടെ അനിയെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്, എന്താന്നിങ്ങനെ ആക്ഷൻ കാണിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയണേ. തുടർന്ന് കനക നേരെ ഗോവിന്ദന്റെ അരികിലേക്ക് ചെന്നിട്ട് എത്രയും വേഗം നമുക്ക് പോവാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുകയാണേ. അപ്പോഴേക്കും നമ്മുടെ കനകയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ആദർശ് കസേരയൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് എല്ലാവർക്കും പ്രസാദം കൊടുക്കുന്നത് നയനയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ജാനകി എടുത്ത് കൊടുക്കുന്നുണ്ട്. ജാനകി പറയുന്നുണ്ട്, ഇത് കൊണ്ടുപോയിട്ട് നീയും ആദർശം കൂടി കഴിച്ചോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. കുഴപ്പം ചെറിയുമേ, ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം കഴിച്ചോളാം എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ വേഗം സംസാരിച്ച് നിൽക്കാണ്ട് പോയിട്ട് കഴിക്കാൻ നോക്കുക എന്ന് പറയുകയാണേ.
അങ്ങനെ ആദർശിന്റെ അരികിൽ ചെന്നിട്ട് നയന ഇരിക്കുന്നത് കേട്ടോ. ആ സമയത്ത് ഇവിടെ വന്നവരൊന്നും കഴിക്കുന്നതിന് മുമ്പായിട്ട് നിനക്ക് അത്രയ്ക്ക് വിശപ്പായി പോയോ കഴിക്കാനെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വിശന്നിട്ടൊന്നുമല്ല, എൻ്റെ അടുത്ത് ചെറിയമ്മയാണ് പറഞ്ഞത് ആദർശേട്ടൻ്റെ അരികിൽ വന്ന് തിന്നാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് മറ്റൊന്നുമല്ല എന്ന് പറയുമ്പോൾ ഓഹോ നീ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് അവസാനം മറ്റുള്ളവരുടെ മേലിൽ പഴി ചേരുകയാണെന്നുള്ള കാര്യം ചോദിക്കുകയാണേ. എപ്പോൾ നോക്കിയാലും കള്ളം മാത്രമേ പറയുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ എന്താ ഞാൻ കള്ളം പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നെ നോക്കിയിട്ട്? നിന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നീ കള്ളാണ് പറയുന്നതെന്ന്. എന്താ നിനക്ക് കള്ളം എന്താന്ന് പറഞ്ഞാൽ അറിയില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിട്ട് ആദർശേട്ടൻ്റെ അരികിൽ വന്ന് ഇരുന്നു എന്നാണോ ആദർശേട്ടൻ പറയുന്നത്? ഞാൻ കള്ളമല്ല പറയുന്നത് എന്നുള്ള കാര്യം പ്രൂവ് ചെയ്ത് കാണിച്ചു തരട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്ത് എന്ന് ചോദിക്കാൻ കേട്ടോ ആദർശ്. അപ്പോഴേക്കും ചെറിയമ്മ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് നയന. ആ വായ അടച്ച് പിടിക്കാൻ കേട്ടോ നമ്മുടെ ആദർശ്. അങ്ങനെ നയനയുടെ വായിൽ നിന്ന് ചെറിയൊരു സൗണ്ട് വരുന്ന എല്ലാവരും ശ്രദ്ധപ്പെടുകയും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇപ്പോൾ ആ നയനമോളുടെ വായ പൊത്തിയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഏയ് മുത്തശ്ശൻ വായ പൊത്തിയതല്ല, നയനയ്ക്ക് സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് ശർക്കര എടുത്തിട്ട് ആളുടെ വായിൽ വെച്ച് കൊടുത്തതാണ്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ടോ. അതിൻ്റെ ഇടയ്ക്ക് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എടാ ആദർശി നീ അവളുടെ വായിൽ ഇട്ട് കൊടുത്തതാണോ അതോ അവൾക്ക് ഊട്ടിക്കൊടുത്തതാണോ? അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ആ രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്.